ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ആഫ്രിക്കൻ ഒച്ചുകൾ. ചാരിമൂട് കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത്. 2021 മുതലാണ് ഇവിടെ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. ചാരിമൂട് കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. 2021 മുതലാണ് ഇവിടെ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. ഒച്ചുകളുടെ ശല്യം രൂക്ഷമായിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ശല്യം 2023 തൊട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ വാർഡിലെ എല്ലാ പ്രദേശത്തും ഒച്ചു മുഖാന്തരം ഞങ്ങളുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കൃഷി കൊണ്ട് മാത്രം ജീവിച്ചു വരുമായിരുന്ന ഞങ്ങളുടെ ഈ കുടുംബങ്ങളിൽ ഒരു വസ്തു പോലും കൃഷി സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് ഞങ്ങൾക്ക് ഉപജീവന മാർഗം നടത്തുവാനോ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങളുടെ പൈസ മുടക്കി എന്തെങ്കിലും ഉപ്പ് മേടിച്ചിട്ട് നശിപ്പിക്കുക, അതിന്റെ ഇരട്ടി തന്നെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും പെരുകി വന്ന് ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയേക്കുവാണ്. വീടിന്റെ ഭിത്തിയിലും മേൽക്കൂരകളിലും മരങ്ങളിലും ഒച്ചുകളെ കൂടുതലായി കാണാം. മഴയുള്ളപ്പോഴും രാത്രി സമയങ്ങളിലുമാണ് ഒച്ചുകൾ പുറത്തിറങ്ങുന്നത്. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4-5 വർഷമായി നമ്മുടെ ഈ കരിമുളയ്ക്കൽ പ്രദേശത്ത് തുടങ്ങിയിട്ട്. ആദ്യമേ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഓരോന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തതാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ. പക്ഷെ ഇത് വർദ്ധിച്ചു വരുമല്ലാതെ ഇതിന്റെ കുറഞ്ഞു കാണുന്നില്ല. അതായത് ഇതിനെ കാണുന്ന രാവിലെയും ഈ മഴത്തുള്ളി വീഴുമ്പോൾ രാവിലെയും സന്ധ്യാസമയങ്ങളുമാണ്. ഒരു ഇഷ്ടം പോലാണ് അത് തുടങ്ങുന്നത്. ഈ നിരനിരയാതെ ഇരിക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കൃഷിയാണ് നശിപ്പിക്കുന്നത്. ആ കൃഷി എന്ന് പറയുമ്പോൾ അങ്ങ് തിന്നുവാണ്. ഇതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പ് ഇതിനെ മലത്തി ഇടുക, ഉപ്പ് വാരി ഇടുക. അപ്പൊ ഇത് ഉരുകിയ മാറും. വീണ്ടും ഇതുപോലെ കാണും. രാവിലെയും വൈകിട്ടും അത്രയും ശരിയാണ്. ദിവസവും ഡെയിലി ഇങ്ങനെ കൂടുകയല്ലാതെ കുറഞ്ഞു കാണുന്നില്ല. മതിരയിലും എന്ന് വേണ്ട വാഴയിലും ഇത് തിന്നാതിരിക്കുന്ന സാധനം നമ്മുടെ പനിക്കൂർക്കയായിരുന്നു. ഇപ്പൊ പനിക്കൂർക്ക വരാണ്ട് ഇവരെല്ലാവരും ഒക്കെ അവിടെ വീട്ടിൽ നിന്ന് പനിക്കൂർക്ക എടുത്തോണ്ട് വരുമായിരുന്നു. അതേ തിന്നത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ പനിക്കൂർക്ക വരെ അത് തിന്നുക. പ്രദേശങ്ങളിൽ ഇവ കൃഷി നശിപ്പിക്കുന്ന സ്ഥിതിയുമുണ്ട്. കായംകുളം പുനലൂർ റോഡിന്റെ തെക്കുഭാഗത്തായി താമരകുളം പഞ്ചായത്തിന്റെയും ചുനക്കര പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂടുതലായി ഉള്ളത്. 2021 മുതൽ ഞങ്ങളുടെ നാട്ടിൽ ഒച്ചിന്റെ ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ വരെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഒച്ചിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ കിണറിന്റെ കരയിലും മറ്റും ഒച്ച് കയറി ഇരുന്ന് അത് വിസർജിച്ച ഒരു അവസ്ഥയിലാണ്. അത് എല്ലാവർക്കും മടുപ്പുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പലവിധ രോഗങ്ങൾ പരത്തുന്ന ഈ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്യുകയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഓരോ വിളകൾക്കും നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ദിനം പ്രതി ഇത് ചെയ്യുന്നത്. ഒരു ഓമയ്ക്കയായാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിളകളായാലോ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. എല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം വളരെയധികം ദുരിതമാണ് ഈ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒച്ചുകളിൽ മെനിഞ്ചൈറ്റിസ് ബി രോഗത്തിന് കാരണമായേക്കാവുന്ന പരാധവിരകൾ കൂടുതലായി കാണപ്പെടുന്നു. ഒച്ചുകളുടെ സ്രവം ദേഹത്ത് വീണു കഴിഞ്ഞാൽ ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള അലർജി രോഗങ്ങൾ പകരാനും സാധ്യതയുണ്ട്. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ജീവിയുടെ ഉപദ്രവം കരിമുളയ്ക്കൽ ഭാഗത്ത് മൊത്തം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ മുട്ടയിടുന്നതിൽ കൂടെ ഒരു 5000 മുട്ടയെങ്കിലും വിരിഞ്ഞാണ് ഇതിന്റെ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫലപ്രദമായ രീതിയിലുള്ള ഒരു നിർമ്മാർജ്ജന മാർഗം പൊതുജനങ്ങൾക്ക് കൃത്യമായ അവബോധം കൊടുത്തുകൊണ്ട് തന്നെ മുഴുവൻ ഭാഗങ്ങളിലും ഉള്ള വീടുകളിലെ ആളുകളെ ബോധവൽക്കരിച്ച് കൃത്യമായ രീതിയിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.